എന്നെ ക്ഷണിച്ചിരിക്കുന്നത് സമാദരണീയനായ ഒരു പത്രാധിപർക്ക് രാഷ്ട്രം നൽകിയ ആദരം, അതിൽ നമുക്കുള്ള സന്തോഷം പ്രകടിപ്പിക്കുക അതിനു വേണ്ടിയാണ്. പത്രപ്രവർത്തകരുടെ ജീവിതം ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ മിക്കവാറും പാഴായി പോകുന്ന ജീവിതം തന്നെയാണ്. ഞാൻ ദീർഘകാലം പത്രാധിപരായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. വളരെ ദുഷ്കരമായ ഒരു കാലത്ത് പത്രപ്രവർത്തനം അപകടകരമായ ഒരു ജോലി ആയിരുന്ന കാലത്ത് അടിയന്തരാവസ്ഥയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കാതെ കഴിയുന്ന രീതിയിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന ഒരു പത്രത്തിൽ ഇവിടെ മുൻനിരയിലിരിക്കുന്ന ശ്രീ രാജശേഖര പണിക്കർക്ക് എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ. ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യായ ജോർജ് കുര്യൻ സ്വദേശാഭിമാനിയുടെ കാര്യം പരാമർശിക്കുകയുണ്ടായി. അവിടെ സ്വദേശാഭിമാനി പത്രത്തിനൊരു ഉടമസ്ഥനുണ്ടായിരുന്നു, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആ മൗലവിയുടെ താല്പര്യം രാജഭരണത്തിന്, രാജവാഴ്ചയ്ക്ക്, ദിവാൻ ഭരണത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് അനുയോജ്യനായ ഒരു പത്രാധിപരെ അദ്ദേഹം തേടിപ്പിടിച്ചു. അതായിരുന്നു രാമകൃഷ്ണപിള്ള. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമയായിരുന്ന രാംനാഥ് ഗോയങ്കയുടെ താല്പര്യം അതുതന്നെയായിരുന്നു. അപ്പോൾ ഈ ഉടമയുടെ താല്പര്യവും പത്രാധിപരുടെ താല്പര്യവും നിലപാടും സമരസപ്പെട്ടു വന്നാൽ പിന്നെ അത് തന്നെ വലിയൊരു ധൈര്യമാണ്, ഒരു ആശ്വാസമാണ്. ഇവിടെ ശ്രീ നാരായൺജി ജന്മഭൂമിയുമായി ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ജന്മഭൂമി സ്ഥാപിതമാകുന്നത് തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അപ്രത്യക്ഷമാകുകയും അതിനുശേഷം വലിയ രൂപത്തിൽ നമ്മളിന്ന് കാണുന്നത് ദിനപത്രത്തിൻ്റെ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ ശ്രീ കുമ്മനംജി പരാമർശിച്ച അന്നത്തെ ഉദ്ഘാടന സമ്മേളനം ഈ ടൗൺ ഹാളിൽ, അതിൽ പങ്കെടുത്ത ആളാണ് ഞാനും. അപ്പോൾ അന്ന് മുതലുള്ള ചരിത്രം എനിക്കറിയാം. നാരായൺജിയുമായി എനിക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഒരു പത്രത്തിൽ സഫലമായി തീരുന്നത് എന്ന് കാണുന്നുണ്ട്, പുറമേ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയും ചില വ്യക്തികൾ ചില പത്രങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവിടെ ഒരു മാനേജറുണ്ടായിരുന്നു, കണ്ണൻ നായർ എന്നാണ് പേര്. കണ്ണൻ നായർ കണ്ണൂർ ഒരു ബീഡി തൊഴിലാളിയായിരുന്നു. അവിടെ നിന്ന് വന്ന് അദ്ദേഹം ദേശാഭിമാനിയുടെ മാനേജറായി, ജനറൽ മാനേജറായി. അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഔപചാരികമായ യാതൊരു പരിചയവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കണ്ണൻ നായർ ആ പത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക്, വളർച്ചയ്ക്ക് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് നൽകിയിട്ടുള്ള സേവനം വളരെ നിസ്തുലമായിരുന്നു. തത്വങ്ങളൊക്കെ അദ്ദേഹം തന്നെ ആവിഷ്കരിക്കുകയാണ്. അതേപോലെ സർഗാത്മകമായ ഒരു പ്രവർത്തനമായിരുന്നു നാരായൺജി ജന്മഭൂമിക്ക് വേണ്ടി നടത്തിയത് എന്ന് ഇവിടെ ശ്രീ കുമ്മനം ഉൾപ്പെടെയുള്ളവർ പറയുകയുണ്ടായി. അങ്ങനെ ചില വ്യക്തികളെ കിട്ടുമ്പോഴാണ് ഒരു പത്രം അതിനൊന്ന് കാലുറയ്ക്കാൻ, അല്ലെങ്കിൽ അത് കാലുറപ്പിച്ച് നടക്കാൻ കഴിയുന്നത്. എന്താണ് പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ പ്രവർത്തനമാണ്, പ്രവർത്തകൻ ആണ് പത്രം. അങ്ങനെ കേവലം ഒരു പ്രവർത്തകൻ മാത്രമല്ല പത്രം. അങ്ങനെ പറയുന്നവരുണ്ട്, വാർത്ത അച്ചടിക്കുക, വിൽക്കുക, അതിനപ്പുറത്തേക്ക് ഒരു പത്രത്തിന് എന്താ ചുമതല ചോദിക്കും. പക്ഷേ പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അവൻ അതിനും അപ്പുറത്ത് ഒരു പ്രക്ഷോഭകാരിയാണ്, സംഘാടകനാണ്. അങ്ങനെ പല രീതിയിലും പ്രവർത്തിക്കേണ്ട ആളാണ്. ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അല്ലാതെ അന്നൊന്ന് വായിച്ച് അവസാനിപ്പിക്കാനുള്ള വാർത്തകൾ വിതരണം ചെയ്യുന്ന ആൾ മാത്രമല്ല. ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് പത്രാധിപർ, അല്ലെങ്കിൽ പത്രത്തിൻ്റെ മറ്റ് ചുമതലക്കാർ. അത് ആ രീതിയിലൊക്കെ ആ കാലമൊക്കെ പോയി. ഇപ്പോൾ അങ്ങനെയൊരു കാലമൊന്നുമില്ല. ഇപ്പോൾ
സാധാരണഗതിയിൽ പത്രപ്രവർത്തകർ അങ്ങനെ ആദരിക്കപ്പെടാറില്ല. പക്ഷേ ചില പത്രപ്രവർത്തകരെയൊക്കെ ആദരിച്ച ചരിത്രം നമുക്കുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇവിടെ ഇപ്പോൾ അസാധാരണമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു പത്രപ്രവർത്തകനെ നമ്മൾ ആദരിക്കുകയാണ്. അതുതന്നെ വലിയ കാര്യമാണ്. പത്മ പുരസ്കാരങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നതാണ് നാരായണജിക്ക് നൽകിയിരിക്കുന്നത്, പത്മവിഭൂഷൺ. ഇനി നാളെ മറ്റൊരു പത്രപ്രവർത്തകനെ എങ്ങനെ ആദരിക്കാം എന്ന് കരുതിയാൽ അധികം പേരെ കിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴുള്ളവർ പേരില്ലാത്ത, സ്ത്രീയാണെങ്കിൽ അനാമിക എന്ന് പറയാം, അതുപോലെയുള്ള ആളുകളാണ് ഇന്ന് പത്രങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നിങ്ങളൊക്കെ ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഇംഗ്ലീഷ് ദിനപത്രമാണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ. ഇവിടെ എഡിഷനുണ്ട്, നമ്മൾ പതിവായി പത്രം കാണുന്നുമുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ഒട്ടുമിക്കവാറും ആരും തന്നെ ഉത്തരം പറയാൻ സാധ്യതയില്ല. എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളൊക്കെ പത്രപ്രവർത്തകരായിരുന്ന കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ശ്യാംലാലും ദിലീപ് പത്ഗാവങ്കറും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫ്രാങ്ക് മൊറൈസും മൽഗോക്കറും അങ്ങനെ എത്രയോ പേരുകൾ, അവരൊക്കെ പ്രഗത്ഭരായ വ്യക്തികൾ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പോൾ രാഷ്ട്രം പരമോന്നതമായ ഒരു ബഹുമതി നൽകി ഒരു പത്രപ്രവർത്തകനെ ആദരിക്കുമ്പോൾ അതങ്ങനെ അവസാനിച്ചു വരുന്ന ഒരു കണ്ണിയിലെ അവസാനത്തെ ആൾ അങ്ങനെ ആവാനാണ് സാധ്യത. നമുക്ക് മറ്റു പല മേഖലകളിലും പലരെയും ആദരിക്കാൻ ഒരു പക്ഷേ കിട്ടുമായിരിക്കാം. 1975 എന്ന വർഷം നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. അടിയന്തരാവസ്ഥയുടെ വർഷമാണ്, 50 വർഷം മുമ്പ്. അന്നത്തെ ഒരു പ്രത്യേകത, പത്രങ്ങൾ അടച്ചുപൂട്ടുന്ന കാലമായിരുന്നു. പാദസേവ നടത്തുന്ന പത്രങ്ങൾക്ക് മാത്രം നിലനിൽക്കാം. അങ്ങനെയുള്ള കാലത്ത് കേരളത്തിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ജന്മഭൂമിയുടെ താത്കാലികമായ തിരോധാനം. ഏത് പത്രവും ഏത് പ്രത്യയശാസ്ത്രം പറയുന്ന പത്രമാണെങ്കിലും അത് അടച്ചുപൂട്ടുക, അത് ഭരണകൂടത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല. അത് ജനാധിപത്യത്തിനെ ഏൽപ്പിക്കുന്ന ക്ഷതം അത് വളരെ വലുതാണ്. അതിൻ്റെ വ്യഥ, അതിൻ്റെ ഒരു പീഡാനുഭവം, ദുരനുഭവം, ഇതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്കിപ്പോഴും ആ കാലമൊക്കെ ഓർമ്മയുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ഇന്ദിരാഗാന്ധി അന്ന് ആകാശവാണിയിലൂടെ ഒരു 8 മണിക്ക് ഒരു പ്രത്യേക ബ്രോഡ്കാസ്റ്റ് നടത്തി. അങ്ങനെ നമ്മൾ അറിഞ്ഞു അടിയന്തരാവസ്ഥയായി എന്നുള്ളത്. അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അവിടുത്തെ റിപ്പോർട്ടറാണ്. ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പോകുമ്പോൾ ആദ്യം കണ്ട കാഴ്ച MP മന്മഥൻ നേതൃത്വം നൽകുന്ന ഒരു പ്രതിഷേധ ജാഥ പോവുകയാണ്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. ഇന്ദിരാഗാന്ധിയുടെ റേഡിയോ പ്രഭാഷണം കേൾക്കാൻ അവസരം കിട്ടാതിരുന്നപ്പോൾ ഞാൻ ആദ്യം അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിയുന്നത് മന്മഥൻ സാർ മുഴക്കിയ മുദ്രാവാക്യത്തിൽ നിന്നാണ്. അതധികം മുന്നോട്ട് പോയില്ല. സെക്രട്ടേറിയറ്റിലെ അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്നു പറയുമ്പോൾ തന്നെ പത്രത്തിന് അതൊക്കെ ഒരു ധന്യതയാണ്. അങ്ങനെയുള്ള വ്യക്തികളാൽ പരിപാലിക്കപ്പെട്ട് ജന്മഭൂമി ഇപ്പോൾ ഇവിടെ വരെ എത്തി. കണ്ടൻറ്റ് എന്തായാലും എനിക്ക് എല്ലാ പത്രങ്ങളും ആരോഗ്യത്തോടെ നിലനിൽക്കണം എന്ന് താല്പര്യമുള്ള ആളാണ് ഞാൻ. 1975 ജന്മഭൂമി മാത്രമല്ല, രാജ്യമൊട്ടുക്ക് പല പത്രപ്രവർത്തനം അവസാനിപ്പിക്കുകയും പല പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിൽ, മലയാളത്തിൽ ഒരു ദിനപത്രം വളരെ ആഘോഷത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അതാണ് വീക്ഷണം. കോൺഗ്രസിൻ്റെ മുഖപത്രമാണ്. AK ആൻ്റണിയായിരുന്നു അതിൻ്റെ സ്ഥാപകൻ. എപ്പോഴും ഓർക്കാൻ കാരണം, അന്ന് പോലീസ് മർദ്ദനത്തിന് എതിരെയുള്ള ഒരു ഷീൽഡ് ആയിരുന്നു വീക്ഷണം പത്രം.
വീക്ഷണം പത്രം വായിക്കാൻ വേണ്ടി ആരും തുറക്കാറില്ല. അത് വരുന്ന അതേ രൂപത്തിൽ തന്നെ ആ ഫ്രഷ്നെസ് നിലനിർത്തിക്കൊണ്ട് കച്ചവടക്കാരൊക്കെ അവരുടെ കൗണ്ടറിൽ അത് വയ്ക്കുമായിരുന്നു. അതൊരടയാളമാണ്, ഒരു പരിരക്ഷയാണ്. അങ്ങനെയുള്ള പരിരക്ഷയല്ല ഒരു പത്രത്തിൽ നിന്ന്, പത്രപ്രവർത്തകരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അത് പൊരുതി നേടേണ്ട കാര്യങ്ങളാണ്. ആ ആർജവത്തോടെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പത്രം എങ്ങനെ ആയിരിക്കണം, അതൊരു സർഗാത്മകമായ ഒരു വിഷ്വലൈസേഷനാണ്. അങ്ങനെയുള്ള പ്രവർത്തനമാണ്. വളരെ ദുർഘടം പിടിച്ച സാഹചര്യങ്ങളിൽ ഓഫീസ് ഇതിനപ്പുറത്തായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഓഫീസും ലിസി ആശുപത്രിയുടെ അപ്പുറത്ത് കൊട്ടക്കനാൽ റോഡിലായിരുന്നതുകൊണ്ട് ഇതിൽ ഞാൻ എപ്പോഴും പോകും. എല്ലാ ദിവസവും ആ ബോർഡ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പത്രം ഇപ്പോൾ 50 വർഷം പൂർത്തിയായി, അല്ലെങ്കിൽ ആകാൻ പോകുന്നു. അപ്പോൾ ആ പത്രത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് ഈ സമ്മേളനം. ഇത് ജന്മഭൂമി കുടുംബം അവരുടെ സ്ഥാപകൻ എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു മഹാശയന് നൽകുന്ന ആദരവാണിത്. രാഷ്ട്രം ആദരം നൽകുമ്പോൾ അതൊരു തിരിച്ചറിവാണ്. രാഷ്ട്രത്തിന് ഒരു മഹത് വ്യക്തിക്ക് നൽകാവുന്ന ആദരവാണ്. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ഇനിയും കൂടുതൽ ആദരം നാരായണജിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കാനില്ല. ഇന്നുള്ളത് ഭാരതരത്നമാണ്. അപ്പോൾ അവിടെ വരെ അദ്ദേഹത്തെ രാഷ്ട്രം എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് മാധ്യമപ്രവർത്തകൻ, അല്ലെങ്കിൽ മാധ്യമങ്ങളെക്കുറിച്ച് ഒരു ആകുലതയുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പിച്ചവെച്ച് നടത്തി വളർത്തിക്കൊണ്ടുവന്ന ജന്മഭൂമി കൂടുതൽ ശ്രേയസ്കരമായ അവസ്ഥയിലേക്ക് വളരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.